പ്രിയ സുഹൃത്തെ, മറ്റൊരു അധ്യായത്തിലേക്ക് 13.8 ചാനലിലേക്ക് സുസ്വാഗതം. അയോധ്യ ബാബറി മസ്ജിദ് പൊളിച്ച ക്രിമിനൽ കേസിൽ ലക്നൗ CBI കോടതി 32 പ്രതികളെ, കുറ്റാരോപിതരെ വെറുതെ വിട്ടിരിക്കും. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയെ നോക്കിക്കാണുന്നവർക്ക് വളരെ ഉത്കണ്ഠ, പ്രയാസം, അമർഷം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്. ആ വിധിയുടെ ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കണ്ടത്, കേട്ടത്, മനസ്സിലാക്കിയത്, ആലോചിച്ചത് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇത് നിയമവശമായി ചിന്തിക്കാം, ലോജിക്കായി ചിന്തിക്കാം, മറ്റു സാമൂഹ്യപരമായി ചിന്തിക്കാം. പക്ഷേ ഞാൻ എടുക്കുന്ന നിലപാട് ഒരു നിരീശ്വരവാദ സ്വതന്ത്ര ചിന്താ നിലപാടിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നത് കുറച്ച് ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. 18ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യം അവസാനിച്ചതോടുകൂടി ഹിന്ദുക്കളുടെ ഒരു മേൽക്കോയ്മ വരികയും അവര് മുസ്ലിങ്ങളെ പ്രത്യാക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും അങ്ങനെ മുസ്ലിം ഹിന്ദു കോൺഫ്ലിക്റ്റ് നമ്മുടെ സമീപ ചരിത്രത്തിൽ ആരംഭിക്കുന്നത് അങ്ങനെ. വളരെ എളുപ്പമാണ് വർഗീയ കലാപം ഉണ്ടാക്കാൻ. മർക്കണ്ടേയ കഡ്ജു പറഞ്ഞത് 2000 രൂപ ഉണ്ടാക്കാം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ എവിടെ ഏതു പട്ടണത്തിലും സുലഭമായി വർഗീയ കലാപം ഉണ്ടാക്കിയെടുക്കാം. അത്രത്തോളം അപക്വമായ മനസ്സിന്റെ ഉടമകളാണ് അതാത് മതത്തിലെ വിശ്വാസം. ഒരു പള്ളിയുടെ മുമ്പിൽ കുറച്ച് പന്നിയിറച്ചി കൊണ്ട് ഇട്ടാൽ മതി, ഒരുപാട് കപണ്ഡങ്ങൾ വീണു ആയുധങ്ങളുടെയും കുറുവടികളുടെയും വിഹാരരംഗമായി മാറാൻ അത്. ഇനി ക്ഷേത്രത്തിലാണെങ്കിലോ അല്പം പശുവിൻ്റെ ഇറച്ചി കൊണ്ടിട്ട, മുസ്ലിം പള്ളിയിലാണെങ്കിൽ പന്നി ഇറച്ചി ഇടുക, ഹിന്ദു ക്ഷേത്രത്തിലാണെങ്കിൽ പശു ഇറച്ചി. ഇതാണ് പണ്ട് കലാപം ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയവർ ചെയ്തിരുന്ന കലാപരിപാടി. 1933 റഹ്മത്ത് അലി എന്നൊരാളാണ് ഈ സംഭവത്തിന് ശേഷം, അതായത് മുഗൾ സാമ്രാജ്യത്വത്തിന്റെ പതനത്തിന് ശേഷം ഉണ്ടായ ഹിന്ദുക്കളുടെ അപ്സർജ് കൊണ്ട് ബ്രിട്ടീഷ് നുഖത്തിന് കീഴിൽ ജീവിച്ച ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ന്യായമായ അവകാശം അവർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കിട്ടുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്ന ആശയത്തിന് രൂപം കൊടുത്തു. ഞാൻ പറഞ്ഞു വരാൻ കാരണം നിങ്ങൾ ആലോചിക്കും, എന്തായത് കോടതി വിധി, അയോധ്യ കോടതി വിധി പറയുമ്പോഴത്തേക്കും മുഹമ്മദ് ഖാൻ ഇങ്ങനെ മുസ്ലിങ്ങൾ, അതല്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടുമെന്നാണ് എൻ്റെ ധാരണ. അതിനുശേഷം 1946 സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൽക്കട്ടയിൽ വലിയൊരു കലാപം തന്നെ മുസ്ലിങ്ങൾ തുടങ്ങി. ഒരുപാട് ആളുകൾ മരിച്ചു. 6000 എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. അതിലൊന്നും ഒതുങ്ങുന്നതല്ല. നവഗാലിയിൽ മഹാത്മാഗാന്ധിജി പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടായി. എൻ്റെ ചോദ്യം, ഈ 46 കലാപം ഉണ്ടാക്കിയ മുസ്ലിം നേതാക്കൾക്ക് അറിയില്ലയോ ശക്തമായ ഒരു തിരിച്ചടി ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും മുസ്ലിങ്ങൾ വകവരുത്തപ്പെടും അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവമായിട്ട് അണികളെ ഇളക്കിവിട്ട് അവരെ കുരുതിച്ചു കൊടുത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാനായിട്ടുള്ള ഇന്ത്യയിലെ മതശക്തികളുടെ ഊർജവും ആവേശവും ബുദ്ധിയും ആലോചനയും ഒക്കെ PhD പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാകുന്നു എന്ന് വെച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ. എവിടെയാണ് ജനാധിപത്യമുള്ളത്? അങ്ങനെ കരുതലോടുകൂടി കാണണമെന്ന് പറയുന്ന ഈ നീതിശാസ്ത്രം
അവരൊക്കെ ഉദ്ഘോഷിക്കുന്നത് ഇത് സമാധാനത്തിന്റെയും എന്താ പറയുക സർവലൗകികത്തിന്റെയും ഒക്കെ മതങ്ങളാണ് ഞങ്ങൾ, ഹൈന്ദവതയായാലും ഇസ്ലാമായാലും. പക്ഷേ അണ്ടിയോട് അടുത്ത് കഴിഞ്ഞാൽ അന്യനോടുള്ള വിദ്വേഷം, അതാണ് ഇവരുടെ മുഖമുദ്രയെങ്കിൽ. ഈ ഇടയ്ക്ക് ഞാൻ യുവൽ നോവ ഹരാരിയുടെ ഒരു ഇന്റർവ്യൂ, അതിൽ കുറെ ആളുകൾ, കുറെ വിദ്യാർത്ഥികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യം, ഇപ്പം ജർമ്മനി ഉൾപ്പെടെയുള്ള ആളുകളിൽ മൈഗ്രേഷൻ, കുടിയേറ്റം ഉണ്ടാകുന്നുണ്ട്. കുടിയേറ്റത്തിനെതിരെ ഒരു ശക്തമായ മനോഭാവം കുടിയേറപ്പെട്ട രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു ഗോത്രബോധ നിലവാരത്തിന്റെ, ഗോത്ര കഥകളിൽ അഭിമുഖീകരിക്കുന്നത് കൊണ്ടുള്ള ഒന്നല്ലേ? ഇതിന് പകരം മാനവരാശിയെ ഒന്നായി കാണുന്ന ഒരു കഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ആ നല്ല നാളെയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമോ എന്നാണ് കുട്ടിയുടെ ചോദ്യം. ഹരാരി പറഞ്ഞത് വളരെ പ്രയാസമുള്ള കാര്യമാണ് കഥ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ കഥ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചോദനകളുമായി അതിന് ബന്ധം വേണം. അന്യനെ കാണുമ്പോൾ അവൻ ശത്രു എന്ന് കണക്കാക്കാൻ നമ്മുടെ പിതാമഹന്മാരുടെ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. വിഭവങ്ങളുടെ ദൗർബല്യം, അതിനെ കവരാൻ വരുന്ന സ്വജാതിയിൽപ്പെട്ട, സ്വമതത്തിൽപ്പെട്ട, സ്വസ്പീഷ്യസിൽപ്പെട്ട ആളുകളെ പോലെ ശത്രുവായി കാണാൻ അവനെ പ്രേരിപ്പിച്ചിരുന്നു. മൃഗങ്ങളായാലും അങ്ങനെയാണ്. അതിന്റെ പിന്തുടർച്ചയായിട്ട് വന്ന ആ വീട് കിട്ടിയ നമുക്ക് ഇത്തരത്തിൽ ഇളക്കിവിടപ്പെടുകയാണെങ്കിൽ സടകുടഞ്ഞെണീറ്റുള്ള അന്യനോടുള്ള വിദ്വേഷവും പകയും കൊലപാതക ത്വരയും വർദ്ധിക്കുമെങ്കിൽ ഇന്ത്യയിൽ അന്നു മുതൽ ഇന്നു വരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, ഇനി പേടിപ്പിക്കുന്ന രീതിയിൽ അരങ്ങേറാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഈ കോടതി വിധിയുമായി ചേർത്ത് വായിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ കോടതി വിധിയിൽ കോടതിയെ കുറ്റം പറയാൻ പറ്റുന്നു, ചോദിക്കപ്പെടേണ്ട ചോദ്യമാണ്. പല മേഖലകളിലും കോടതിയെ കുറ്റവിമുക്തമാക്കിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിൽക്കട്ടെ, രാഷ്ട്രീയ നേതൃത്വം, അതിൽ BJP മാത്രമാണോ ഇതിൽ കുറ്റക്കാർ? നമുക്കൊരു അല്പ ചരിത്രം ചെറുതായി ഒന്ന് പരിശോധിക്കാം. നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണല്ലോ ഈ ബാബരി പള്ളിയിൽ രാമന്റെ വിഗ്രഹം സ്വയംഭൂ ആയത്. സ്വയംഭൂ വിശ്വസിക്കാനാണ്. എന്ത് മടയത്തരവും അങ്ങനെ വാരി വലിച്ചു വിഴുങ്ങാൻ പാകത്തുള്ള മതബോധമുള്ള ആളുകളെ ഏത് വഴിക്കും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ തൽപര കക്ഷികൾക്ക് സുഭിക്ഷമായിട്ടുള്ള ഒരു അലങ്കാര റോഡാണ്, പാന്താവാണ് ഇന്ത്യയിൽ വെട്ടിത്തളിച്ചത്. അങ്ങനെ സ്വയംഭൂവായ രാമന്റെ വിഗ്രഹം UP-യിലെ മുഖ്യമന്ത്രി ചോദിച്ചു, PM ഞങ്ങൾ എന്ത് ചെയ്യണം? സരയൂ നദിയിൽ ഒഴുക്കാം. രാമൻ അവിടെയാണല്ലോ ആത്മഹത്യ ചെയ്തത്, സരയിൽ ഒഴുക്കിക്കളയും. മുഖ്യമന്ത്രി ഇത് ചെയ്തില്ല. അവിടെ UP ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇലക്ഷനാണ്, ജനാധിപത്യത്തിന്റെ പോരായ്മയാണ്, വർഗീയതയെ ജനാധിപത്യം കൂട്ടുപിടിക്കുകയാണുള്ളത്. മാത്രമല്ല നെഹ്റു മറ്റൊരു കാര്യം ചെയ്തു, അത് അടച്ചുപൂട്ടി, അത് മോണ്യുമെന്റ് ആക്കി മാറ്റുക. നമ്മൾ ഏവരും പ്രതീക്ഷിച്ച, ഇപ്പോൾ നമ്മൾ ആഗ്രഹമായി കൊണ്ടു നടക്കുന്നത് അന്ന് ആ മഹാനുഭവൻ പറഞ്ഞു. പക്ഷെ പിന്നീട് വന്നത് അദ്ദേഹത്തിന്റെ മകളുടെ മകൻ രാജീവ് ഷാബാനോ കേസിൽ മുസ്ലിങ്ങളെ താൻ പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ പ്രീണിപ്പിച്ചു എന്നത് തീർക്കാനായിട്ട് കണ്ട വഴിയാണ് 86-ൽ ഈ അടച്ചുപൂട്ടപ്പെട്ട, തൻ്റെ മുത്തച്ഛനാൽ അടച്ചുപൂട്ടപ്പെട്ട ആ പള്ളി ക്ഷേത്രമായി രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തതെങ്കിൽ മാറ്റത്തിന്റെ പാന്താവിന്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പിന്നെ അത് കഴിഞ്ഞു വരുന്നത് നരസിംഹറാവു ആണെങ്കിൽ 13 ഭാഷ അറിയാവുന്ന ഭാഷാ പണ്ഡിതനാണ് അദ്ദേഹം. ഇന്ത്യ ഭരിക്കുമ്പോൾ 92 ഡിസംബറിലാണ് ഈ സൗധം, കോടതിയുടെ ഭാഷയിൽ പറയൽ കുറെ തെമ്മാടിക്കൂട്ടം, ഇടിച്ചു പൊളിച്ച് താഴെ തള്ളിയിട്ടത്. നരസിംഹറാവുവിന് അറിയാവുന്ന 13 ഭാഷയും അദ്ദേഹം മിണ്ടിയില്ല. അപ്പം നെഹ്റു അടച്ചുപൂട്ടി,
സരയൂ നദി രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തു. നരസിംഹറാവു മിണ്ടേണ്ടപ്പോൾ അവസാനം ഇപ്പൊ നമ്മൾ കണ്ടത് മോദി ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിലെ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ സ്വകാര്യമായ ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നത് ലൈവ് ടെലികാസ്റ്റ് കണ്ട് നമ്മൾ പുളകിതരായി. ഇവിടെ പ്രധാനമായ ഒരു ചോദ്യം വന്നിരുന്നു, ഈ ജനങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നവരാണോ? ജനത്തിന്റെ ചിന്ത അങ്ങനെയാണ്? ഒരു ചോദ്യമാണത്. ഒരു ഉപചോദ്യം കൂടെ ഉണ്ട്. അതോ ഈ വികാരത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുതലാക്കുന്നുണ്ടോ എന്നതാണ്. രാജാവ് പ്രത്യക്ഷ ദൈവത അല്ലെ, രാജാവ് പ്രത്യക്ഷ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയവും മതം തമ്മിലുള്ള കൈകോർക്കൽ അതിന്റെ വ്യത്യസ്ത മാനദണ്ഡങ്ങളോടുകൂടി നമ്മെ തുറിച്ചു നോക്കുന്ന ഒരവസ്ഥ. ഞാൻ പറയുന്നു, ഇത് രണ്ടും ചേർന്നു. ഈ ജനം ഇങ്ങനെയാണ്. പന്നി ഇറച്ചിയോ പശു ഇറച്ചിയോ കണ്ടു കഴിഞ്ഞാൽ അളമുട്ടിയ ചേരയെ പോലെ ചീറിപ്പാഞ്ഞു വരുന്ന വിഡ്ഢികളായ ഒരു കൂട്ടം. ഞാൻ പറഞ്ഞതല്ല, കണ്ടു. ഈ രണ്ടും ചെറുതാണ് അതിൻ്റെ പ്രധാന കാര്യത്തിലുണ്ടാക്കി. ഇനി ഒരു ചെറിയ മറ്റു സംഭവങ്ങൾ നോക്കാം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും, ഞാൻ ന്യായീകരണവുമായി വരും. അല്ല, ഈ പേക്കൂത്തുകളെ ന്യായീകരിക്കാൻ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ശരി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹിന്ദുത്വം കാട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഈ കാടത്തത്തെ അങ്ങേ അറ്റം തന്നെ അറിയാവുന്നതിൽ ഏറ്റവും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിമർശിക്കുമ്പോൾ ചുറ്റും നടക്കുന്നത് കൂടെ കാണാതിരിക്കാനാവില്ല. ഹാഗിയ സോഫിയ തുർക്കിയിൽ, അവിടെ ഇതുപോലെയാണ്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തന്റെ ഭരണം ഉറപ്പിക്കുവാൻ വേണ്ടി എർദോഗൻ എടുത്ത ജനാധിപത്യ വിരുദ്ധ മതനീതി. ഇപ്പൊ കോടതിയിൽ ഉണ്ടായത് മതനീതിയാണ്, സാമാന്യ നീതിയല്ല, ലോ ഓഫ് ലോ അല്ല. പിന്നെ നടന്നതോ മതനീതിയാണ്, നീതിയുടെ നീതിയല്ല. അവിടെ എർദോഗൻ ചെയ്തതും മതരീതിയാണെങ്കിൽ ഇത് പരക്കെ ഇപ്പോൾ വീണ്ടും രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ലോകമാസകലെന്നുള്ള ഒരു ഉത്കണ്ഠ ജനാധിപത്യ വിശ്വാസികൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ആ പുലർത്തലിൽ കാര്യമുണ്ട് എന്നുള്ളതാണ് സമീപ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ വളരെ സ്ത്രീ വിരുദ്ധമായ നിലപാട്. എന്തിനാണ് അവരങ്ങനെ എടുക്കുന്നത്? സ്ത്രീകളോട് വിരോധം ഉണ്ട്, പാട്രിയാർക്കൽ അതിനേക്കാൾ ഉപരി തങ്ങളുടെ ഭരണം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും വരുന്ന വിമത ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി ഒരു മുഖ്യ ശത്രു വേണമെന്നതിൻ്റെ പേരിൽ അവിടെ മറ്റു ശത്രുക്കൾ ഇല്ലെങ്കിൽ ശത്രുവായി മാറുന്നത് സ്ത്രീ. ഒരു ശത്രു വേണം, അവനെ ചൂണ്ടിക്കാണിക്കാൻ ജൂതൻ, അവനെ ചൂണ്ടിക്കാണിച്ചു വേണം, സാത്താൻ, മുസ്ലിം, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു വേണം നമുക്ക് നമ്മുടെ ആശയം വളർത്താൻ, നമ്മുടെ ആശയം വളർത്താൻ. ഇന്ത്യയിലെ ദളിതരും സ്ത്രീകളും രക്ഷപ്പെട്ടു. കാരണം ഈ ദുഷ്ടന്മാർക്ക് ശത്രുക്കളാകാനായിട്ട് ഇവിടെ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ മുസ്ലിങ്ങൾ വന്നുവിട്ടത് കൊണ്ട് ഇവിടുത്തെ ദളിത് വിഭാഗം ഒരു പരിധിക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിൽ രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഹിന്ദുക്കൾ നാം ഒന്നാണെന്നൊക്കെ പറഞ്ഞ് ബസിന്റെ അടിയിൽ തൂങ്ങിക്കിടക്കാൻ അനുവദിക്കുന്നത്. ഇന്നലെ ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടു, പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലാപത്തിന്റെ കാലഘട്ടമായി കഴിഞ്ഞു എന്ന്. കാരണം ഷിയാക്കൾക്ക് തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ അവസരവും മനഃപൂർവ്വം അവിടെ സുന്നി വിഭാഗക്കാർ നിഷേധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏകദേശ കണക്ക് പ്രകാരം, ഔദ്യോഗിക കണക്ക് പ്രകാരം 20% വരും, അനൗദ്യോഗിക കണക്ക് പ്രകാരം 30% വരുന്ന ഷിയാക്കൾ പൊറുതിമുട്ടി നിൽക്കുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുക എന്നുള്ളത് എല്ലാ മതവിഭാഗങ്ങളുടെയും രീതിശാസ്ത്രം മാത്രമല്ല, അത് അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഘട്ടുകമായി അധംപതിക്കുന്ന നീതിബോധരഹിത പ്രസ്ഥാനങ്ങളായി അധംപതിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി എന്തൊക്കെയാണ് പറയുന്നത്? അതിനു മുമ്പ് നിയമവ്യവസ്ഥയും റിപ്പോർട്ടുകളും നമുക്ക് ചെന്നാൽ പരിശോധിക്കാം. ലിബർഹാൻ കമ്മീഷൻ 92 നരസിംഹറാവു അപ്പോയിന്റ് ചെയ്തതാണ്. 48 തവണ എക്സ്റ്റൻഷൻ കൊടുത്തു. ഇത്രയും തവണ എക്സ്റ്റൻഷൻ കൊടുത്ത ഒരു കമ്മീഷൻ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രത്തോളം താല്പര്യമായിരുന്നു ഭരണകർത്താക്കൾക്ക് ഈ കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങിച്ചെടുക്കാൻ. കമ്മീഷൻ റിപ്പോർട്ട് പലതും ലീക്കായപ്പോഴത്തേക്ക് BJP പറഞ്ഞത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന അഭിപ്രായങ്ങളകത്തുണ്ട്, അതുകൂടെ വരട്ടെ എന്നാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്തി, ഞങ്ങൾ കുറ്റക്കാരൻ, ഞങ്ങൾ പറയുന്നതാണല്ലോ. ഞങ്ങൾ ക്ഷേത്രം കെട്ടും, പള്ളി പൊളിക്കും, ഇത് ഹിന്ദുക്കളുടെ വികാരമാണ്, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മുഖമെന്ന നിലയ്ക്ക് കോൺഗ്രസ് കളവ് പറഞ്ഞുകൊണ്ട്, കള്ള മുഖം മൂടി അണിഞ്ഞുകൊണ്ട് BJP പറഞ്ഞു ലിബർഹാൻ കമ്മീഷന്റെ മറ്റു റിപ്പോർട്ടുകൾ നിങ്ങൾ കൊണ്ടുവരൂ, പുറത്തു കൊണ്ടുവരൂ. അങ്ങനെ 17 വർഷത്തിന് ശേഷം ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി. റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ചുരുക്കി നമുക്ക് നോക്കേണ്ടതുണ്ട്. The preparation was accomplished with phenomenal secrecy, was technically flawless, with consistency and assured results. The theme was power. ഭരണമാണ്, അധികാരമാണ് theme. It attracts clusters of young men to support hidden agenda. അറിയപ്പെടാത്ത അജണ്ടയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരെ ആകർഷിക്കാനുള്ള അവരുടെ മതബോധത്തെ ഇവിടെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ട് ലിബർഹാൻ കമ്മീഷൻ പറയുകയാണ്. ഞാൻ പറയുന്നത് leaders know how passions are aroused and how to prevent the same. They, however, always see what would be beneficial to them rather than what would be good for the nation. That is what happened in India. ഇളക്കി വിട്ട് തൻകാര്യ ലാഭത്തിനു വേണ്ടി പ്രധാനമന്ത്രിയായി വരെ മാറാൻ 2-ൽ നിന്ന് 82-ലേക്കും പിന്നീട് മൃഗീയ ഭൂരിപക്ഷത്തിലേക്കും അടിവെച്ച് ചൂട് കയറാൻ വേണ്ടിയിട്ട് ഇളക്കി വിട്ട് കൊന്ന് കുരുതി കൊടുത്ത് അതിന്മേലുള്ള സിംഹാസനം കെട്ടിപ്പടുത്തപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചത് ലിബർഹാൻ കമ്മീഷൻ. ആർക്കിടെക്ട്സ് ആരാണ് ഇതിന്റെ പിന്നിൽ? കമ്മീഷൻ പറയുന്നത് the report brings no words in indicating senior leaders of Bharatiya Janata Party. BJPയുടെ മുതിർന്ന നേതാക്കളെ ശക്തമായ ഭാഷയിൽ ചൂണ്ടിക്കാണിച്ചു. ഫോർമർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി to Kalyan Singh, Chief Minister of Uttar Pradesh at the time of the demolition, along with Rashtriya Swayansevac Sangh, the Vishwa Hindu Parishad, the Bajrang Dal and the Shiv Sena. ഇവരൊക്കെയാണ് ഇതിന്റെ ആർക്കിടെക്ട്സ്, നിർമ്മാതാക്കൾ, ആലോചനക്കാർ, നടത്തിപ്പുകാർ. Libreham said a deeply rooted nexus of the state authorities was complicit in encouraging the violence that claimed hundreds of lives. State അധാരിയുടെ കൈ ശക്തമായി തെളിഞ്ഞു കാണുന്നു UP സർക്കാരിനെ. The delay of action, the center further compounded the situation, he added. നരസിംഹറാവുവിന്റെ 13 ഭാഷ മറന്നുപോയ നിസ്സംഗത, അലംഭാവം ഈ തീയിൽ എണ്ണയൊഴിച്ച് അത് ആളിക്കത്തിച്ചു. കമ്മീഷൻ പറയുന്നതാണ്. ആ റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ, എപ്പോഴും വായിക്കാൻ അതെടുത്ത്. The reporter stated that Singh transferred officers who were not in favor of the move. കല്യാൺ സിംഗ് സുപ്രീം കോടതിയുടെ വാഗ്ദാനം നൽകി റിട്ടായിട്ട് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. ആ പറഞ്ഞത് കളവാണ്, ചതിയാണ്, വഞ്ചനയാണ്. അതായത് ഇതിന് അനുസരിക്കാത്ത ഓഫീസേഴ്സിനൊക്കെ സ്ഥലം മാറ്റി. അതിൽ 90% of the police personnel deployed to protect the Babri Masjid were sympathizers. എല്ലാ ഫോഴ്സിലും ഇപ്പൊ പറയാറുണ്ട് SDPA-ക്കാർ CPM-ൽ നുഴഞ്ഞു കയറുന്നതാണ്. അതിലൊക്കെ ബിരുദന്മാരും വിദ്വാൻമാരുമാണ്. അങ്ങനെ പോലീസ് ഫോഴ്സിന് സിമ്പതൈസേഴ്സ് ആണ്. അന്നത്തെ ഡിമോലിഷന്റെ വേളയിൽ അവരെന്ത് ചെയ്തു?
അവർക്ക് ഓർഡർ കൊടുത്തു, നോട്ട് ടു യൂസ് ഫോഴ്സ് അഗൈൻസ്റ്റ് കർസേവക്സ്, കർസേവകരെ തൊട്ടു പോകരുത്. അവർ കർസേവ വളരെ ഭംഗിയായി നടത്തി. ലിബർഹാൻ കമ്മീഷന്റെ കണ്ടെത്തലാണ് ഇതൊക്കെ. ഇനി കോടതി ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് കമ്മീഷൻ പറഞ്ഞാണ്, ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മീഷൻ ഇതിനെക്കുറിച്ച് എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുപോകും. ഈ കോടതിയോ ഈ കാര്യങ്ങളിലൊക്കെ എന്തു പറയും? ഇപ്പൊ പറഞ്ഞ് നമുക്ക് വഴിയെ തീരുമാനിക്കാം. വരാം, അങ്ങോട്ട് വരാം. നവംബർ 19 ജസ്റ്റിസ് നരിമാൻ പറഞ്ഞത്, ഹ്യൂജ് അറ്റാക്ക് ഓൺ ദ സർക്കുലർ ഫൗണ്ടേഷൻസ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ജനാധിപത്യ മതേതരത്വത്തിന്റെ അടിക്കൽ ഇളക്കിയ ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഇറ്റ് വാസ് എ ക്ലിയർലി ക്രിമിനൽ കേസ്. ഇതൊരു എന്താ പറയുക, കുറ്റകൃത്യം തന്നെയാണ്. ആരാ? നവംബറിൽ 2019 ജസ്റ്റിസ് നരിമാൻ പറഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ്, അല്ല ഒരു വർഷം തികഞ്ഞല്ലേ, നവംബറാണല്ലോ ആ വിധി വന്നത്. കറക്റ്റ് ഒരു വർഷം കൊണ്ട് കോടതിയുടെ കീഴ്മേൽ മറിച്ച്. നേരത്തെ കണ്ടല്ലോ, നെഹ്റു മുതൽ മോദി വരെ കോടതി അങ്ങ് നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കോടതിയുടെ നടപടികളൊക്കെ മറ്റൊരു തരത്തിലേക്ക് നീങ്ങിക്കൊണ്ട്, ശബരിമല കേസ് നമ്മൾ കണ്ടതാണ്. ഒരു കോടതി വിധി വന്നു, നമ്മൾ ആഹ്ലാദിച്ചു, ആനന്ദിച്ചു. എന്നിട്ട് എന്തു പറ്റി? അത് മറ്റൊരു കേസുമായി ജോയിൻ ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനത്തിലൂടെ എന്ന് പറയത്തക്ക രീതിയിൽ, ആരോപിക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്തില്ലേ. അപ്പോൾ കോടതി മറ്റൊന്ന് പറഞ്ഞത്, the structure of the mosque was brought down and the mosque was destroyed. കോടതി പറയുന്നതാണ്, ഈ കോടതിയാണ് ഇതിന്റെ മറ്റൊരു ബെഞ്ചാണ്. ടൈറ്റിൽ ഓഫ് ഡീഡ്, അവകാശ തർക്കത്തിൽ ഹിന്ദുക്കൾക്ക് അത് വിട്ടുകൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കോമ്പൻസേഷൻ കൊടുത്തു. പറയുന്നതൊന്നും നമ്മൾ കാണുന്നതും ഇപ്പോൾ കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ല. നമ്മളൊക്കെ ജീവിച്ചു കണ്ട കാര്യങ്ങളാണ്. 92 പേടിച്ച് വിറച്ചു വീട്ടിനകത്ത് ഒതിയിരുന്നു. പിന്നീട് ഡിസംബർ 6 വരുമ്പോഴത്തേക്ക് PDPയുടെ അതിക്രമങ്ങളൊക്കെ കണ്ടു. അതൊക്കെ ആ 92 ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമായിരുന്നു കുറെ കാലത്തേക്ക്. നമ്മൾ ജീവിച്ചനുഭവിച്ച കാര്യങ്ങൾ വ്യത്യസ്തമായാണ് ഇന്ന് നീതിന്യായ കോടതി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടങ്ങൾ അതിന്മേലാണ് ആണയിടുന്നത്. അവരുടെ അത്താണി, ഒത്താശ, ആശയ കേന്ദ്രമായി ഈ കള്ളത്തരങ്ങളുടെ ചീട്ടുകൊട്ടാരം, അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു അധംപതനീയമായ രീതിയിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ കൂടി പണ്ടേ ദുർബലയായ ഈ ജനാധിപത്യത്തിൻ്റെ മേൽ കഴുകന്റെ കണ്ണുപോലെ. ഇനി കോടതിയുടെ മറ്റൊരു പ്രസിദ്ധമായ, അത് പല മാധ്യമങ്ങൾ, ഹിന്ദു അവരുടെ എഡിറ്റോറിയലിൽ പറഞ്ഞ ഒരു കാര്യമാണ്, the obliteration of the Islamic structure was an egregious violation of the rule of law. എന്താണ് egregious? egregious, സോറി ആ വാക്ക് പ്രൊനൗൺസിയേഷൻ്റെ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ല കേട്ടോ. egregious എന്നാണ് ആ വാക്ക്. അസാധാരണ നടപടി, അസാധാരണ നടപടികൾ തെറ്റാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് രോഹിത് നരിമാൻ ഇതിന് സ്പെഷ്യൽ കോടതി ഉണ്ടാക്കി ഇതിൻ്റെ എല്ലാ കേസുകളും ഒരുമിച്ച് തീർക്കാനായി ആവശ്യപ്പെട്ടതാണ്. കാരണം സ്പീഡി ട്രയൽ ഓഫ് ലോ, നിയമം നടപ്പിലാക്കപ്പെടാൻ. ഇതിൽ നമ്മൾ കാണാനുള്ള കാര്യം, CBIയുടെ സ്ഥാനം വളരെ പ്രധാനം. നമ്മൾ ഇതിൻ്റെ ഈ നടത്തിപ്പ് വേളയിൽ 92 മുതൽ ഇങ്ങോട്ട് ഒരുപാട് പ്രധാനമന്ത്രിമാർ നമ്മെ ഭരിച്ചു. അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, കൈയുണ്ട്, അറിഞ്ഞു അറിയാതെയോ. അവിടെയാണ് ഇതിൻ്റെ സാധാരണമായ ചിത്രം. അവിടെയാണ് ജനമാണോ രാഷ്ട്രീയ പാർട്ടിയാണ്, ജനവും രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന കൂട്ടായ്മയാണ് നമ്മൾ സംശയിച്ചു പോകുന്നത്. അപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI, ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതാണ്. ഒരു സ്റ്റാൻഡ് എടുത്തില്ല. അത് വഴിയെ നമുക്ക് നോക്കാം. ഏതെങ്കിലും കോടതിയിൽ
ഒരു വിഷയവുമായി FIR കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു FIR കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് ഡോക്ടർ സുഹൃത് കുമാർ അദ്ദേഹത്തിന്റെ വീഡിയോ ബിജുമോഹന്റെ ഞാൻ നിലകൊണ്ടു. നല്ല പോയിന്റാണ് അദ്ദേഹം പറയുന്നത്. ആ വീഡിയോ നിങ്ങൾ പറ്റുമെങ്കിൽ കാണുക. നിയമപരമായി തന്നെ അദ്ദേഹം സുന്ദരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പം കൊടുത്ത ട്രയലിലുള്ള FIR നിലനിൽക്കാൻ പാടില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി കൊടുക്കുക. ഈ കേസ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജയിക്കരുത്, തോൽക്കണം. 32 വീരന്മാരായിട്ടല്ല തുടരണം. അവരെ കുറ്റവാളിയായി കാണൽ നമുക്ക് ശരിയുള്ള കാര്യമല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വമായി കൊടുത്ത CBIയുടെ FIR റിപ്പോർട്ട്സ് ഇങ്ങനെയൊക്കെ വരുമെന്ന് അവർക്കറിയാം. ആ സമയങ്ങളിലൊക്കെ BJP ഭരണത്തിൽ ഇല്ലായിരുന്നു. അയോധ്യ കേസ് ഒരു സിവിൽ കേസാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ക്രിമിനൽ കേസിനെ കുറിച്ചാണ്. ഇതിൽ CBI എന്താ കൊടുത്തത് അതൊന്ന് ആലോചിക്കേണ്ടത്. ഈ കുറ്റപത്രത്തിൽ പറയുന്നത് 4 പ്രധാനമായ കാര്യങ്ങളാണ്. കോടതിക്ക് മുമ്പ് വന്ന ചോദ്യം 4 എണ്ണമാണ്. ഒന്ന്, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ പള്ളി പൊളിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് ഗൂഢാലോചന. ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്ന്, ഒളിച്ചിരുന്ന്, അറിയാതെ എന്നൊക്കെ പറയുന്നതാണ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അതെങ്ങനെ തെളിയിക്കുക? ഒരു ഏജൻസിക്കും തെളിയിക്കാൻ ഒക്കാത്തതാണ് ഈ ഗൂഢാലോചന. ഗൂഢാലോചന ഇന്ത്യയിൽ തെളിയിക്കപ്പെടാത്ത ആരോപണമെന്നാണ് പറയപ്പെടുന്നത് നിയമവ്യവസ്ഥകളിൽ. ഇതിൽ രണ്ടാമത്തെ ചോദ്യം, കുറ്റകരമായ ഗൂഢാലോചന മറ്റു രീതിയിലും അതാണ്. കുറ്റകരമായ ഗൂഢാലോചന ഈ 32 പ്രതികൾ കുറ്റാരോപിതരും ചെയ്തിട്ടുണ്ടോ എന്നതാണ്. ഇനി ഈ കർഷകരെ അവർ പ്രേരിപ്പിച്ചു എന്നാണ് CBIയുടെ കുറ്റപത്രത്തിൽ അവർ കോടതിയോട് ന്യായം കണ്ടെത്താൻ വേണ്ടി സമർപ്പിച്ച ചോദ്യം. നിലനിൽക്കുന്നതേ അല്ല ഇത്. കുറ്റകൃത്യം തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ കുറ്റകൃത്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരം തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാനൊക്കെ പറ്റും. പക്ഷേ സാങ്കേതികത മുകളിൽ കരുതുന്നതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറയാൻ കോടതിക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത്. ഇനി കോടതി ഒരു നിരീക്ഷണം നടത്തി. അതായത് ഇവരൊന്നുമല്ല ചെയ്തത്, കുറെ റൗഡികളാണ് ചെയ്തത്. അതായത് നേരത്തെ ഈ 32 പേരെയും കുറ്റവിമുക്തരാക്കാൻ വേണ്ടി കോടതി പറഞ്ഞ കാര്യം, ഞങ്ങളുടെ പക്കൽ തെളിവുകൾ കിട്ടിയിട്ടില്ല, ഇത് വാസ്തവമാണ്. പക്ഷേ കോടതി നടത്തിയ മറ്റൊരു നിരീക്ഷണം, കുറെ റൗഡികൾ, താന്തോന്നികൾ, തെമ്മാടികൾ. അതിനെന്താ തെളിവ് കോടതിയുടെ കയ്യിൽ? തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുന്നത്. അവിടെയാണ് കോടതിയുടെ പക്ഷപാതിത്വം വളരെ വ്യക്തമായി പകൽ പോലെ തെളിയുന്നത്. അതാണ് ഇത് ഡോക്ടർ സുഹൃത് കുമാർ ചൂണ്ടിക്കാണിച്ച. അതായത് ഈ കേസിന്റെ നടപ്പ് വേളയിൽ നരസിംഹറാവു, പിന്നീട് വാജ്പേയി, തുടർന്ന് ദേവഗൌഡ, പിന്നീട് ഗുജറാത്ത്, വീണ്ടും വാജ്പേയി, മൻമോഹൻ സിംഗ്, മോഡി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഈ 28 വർഷത്തെ ട്രയൽ, ഇത്രയും നീണ്ട പീരീഡിൽ ഈ മഹാന്മാരൊക്കെ നമ്മെ ഭരിച്ചു എന്നതാണ് കോടതി പറഞ്ഞത്. ഹാജരാക്കപ്പെട്ട തെളിവുകൾ കുറ്റമറ്റതല്ല. എങ്ങനെ? ഫോട്ടോഗ്രാഫ് എടുത്ത ആളില്ല, അയാളുടെ ഒപ്പില്ല, പത്ര റിപ്പോർട്ടുകൾ മാത്രമാണ് CBI ഹാജരാക്കി. ഇതൊന്നും CBIക്ക് അറിഞ്ഞൂടാത്തൊന്നുമല്ല. കുറ്റാന്വേഷണ വിദഗ്ധർ അകത്തുണ്ട്. അവരൊക്കെ കൈകെട്ടപ്പെട്ടിരിക്കുകയാണ്. കൊടുത്ത ഫോട്ടോകളുടെ നെഗറ്റീവ് കൊടുത്തില്ല. അത് പലതും എഡിറ്റഡ് ആയിരുന്നു എന്ന് കോടതി. എഡിറ്റഡാണ്, പലതും എഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് കോടതിക്ക് പറയാൻ പാകത്തിൽ കുറെ സന്മനസ്സോടുകൂടി കനിഞ്ഞരുളി നൽകിയ തെളിവുകൾ കോടതിക്ക് കൊടുത്ത വേഗത്തിൽ തന്നെ തിരിച്ചു ചവറ്റുകൂട്ടേണ്ടതാണ്. മൊഴി സാക്ഷികളുടെ ഒപ്പോ തെളിവോ മൊഴി സാക്ഷികൾ വന്നപ്പോൾ അവരുടെ മൊഴിക്ക് ഒപ്പുണ്ടായിരുന്നില്ല എങ്കിൽ
ഇത് CBIക്ക് മനഃപൂർവ്വം പറ്റുന്ന കുറ്റമാണോ? ഡോക്ടർ സുബോധ് കുമാർ പറയുന്നത്, ഇനി ഈ കേസുമായി ആര് മുന്നോട്ട് പോയി എത്രത്തോളം വലിയ കോടതിയിൽ പോയാലും ഒരിക്കലും നീതി കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ്. അതായത് കീഴ്ക്കോടതിയിൽ കൊടുത്ത FIRന്റെ വിചാരണ നടന്നത്, ഇനിയൊരു FIRും വിചാരണയില്ല. അതുകൊണ്ട് നീതിയെ എന്നേക്കും തടഞ്ഞുകൊണ്ട് ഇതിന്മേൽ വരാവുന്ന എല്ലാ നീക്കങ്ങളെയും നന്നായിട്ട് കോൺക്രീറ്റ് സീലിംഗ് ചെയ്തിട്ടുള്ള സുവ്യക്തമായ സുചിന്തിതമായ ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. കോടതിയുടെ വായ് മൂടി കെട്ടുക, ഇനി ഇതിന്മേലുള്ള തൽപരരക്ഷികൾ അനങ്ങാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടി വരിഞ്ഞ് മൂലക്കിട്ട് കഴിഞ്ഞു. നോ രക്ഷ. മാത്രമല്ല, ക്രിമിനൽ നടപടി പ്രകാരമുള്ള അന്വേഷണമല്ല നടത്തിയത്. എത്രത്തോളം അപഹാസ്യമായി പോകുന്നു ഈ CBI, ചട്ടുകമായി മാറുന്നു. CBI ചട്ടുകമാണ്, പണ്ടേ നമ്മൾ കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ തന്നെ പല കേസുകളും കേരളത്തിന്റെ ഉൾപ്പെടെ. പക്ഷെ ജുഡീഷ്യറി, അവിടെയാണ് നമുക്ക് ഉത്കണ്ഠയും ഭയവും. നമ്മുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി എവിടെയാണ് നമ്മൾ പോകുന്നത്, എങ്ങോട്ടാണ് ഇവരൊക്കെ ചെന്ന് നമ്മെ നയിക്കുന്നത് എന്നുള്ള ഒരു ഭയാനകമായ അവസ്ഥ. ഈ കോടതി വിധിയായാലും ഭരണമായാലും ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം കൂടിയാണ്. അതിന് പ്രാമുഖ്യമുണ്ട്. കോടതി വിധികളിലും അവിടെ സാങ്കേതികത്വത്തിൽ മാത്രം കടിച്ചു തൂങ്ങാതെ, ഇപ്പൊ റഫേൽ കേസ് വന്നു, അതിൽ സാങ്കേതികത്വം മാത്രമല്ല വിധിന്യായത്തിന് വേണ്ടി എടുത്തുപയോഗിക്കപ്പെട്ടത്, അതിന് മുകളിൽ നിന്നുകൊണ്ട് കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച ഒരുപാട് വിധികളുണ്ട്. കോടതിക്ക് അത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ഇവിടെ ചെയ്ത് കണ്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു ജഡ്ജി ഒരു സംഭവം കാണും, ആ സംഭവത്തിന്മേലുള്ള കുറ്റപത്രം ആ ജഡ്ജിയുടെ ബെഞ്ചിൽ വരുന്നു. അയാൾക്കതിൽ അഭിപ്രായം പറയാൻ സാധ്യമല്ല. അയാൾക്ക് അതിന്മേൽ കണ്ടതിന്മേൽ വെച്ച് വിധി പറയാനുള്ള വ്യവസ്ഥയില്ല. അയാൾ അത് പറയണമെങ്കിൽ അയാൾ സാക്ഷിയായി വരണം, മറ്റൊരു കോടതിയിൽ വരണം. അതാണ് ഇന്ത്യയുടെ നീതി വ്യവസ്ഥയുടെ നല്ല മുഖമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഉത്കണ്ഠ, ഭയം, ആശങ്ക, വെള്ളി വെളിച്ചങ്ങൾ തുറന്നു വീഴട്ടെ എന്ന് ആഗ്രഹിക്കേണ്ട ചെയ്യുക. പിന്നെ ഈ സിവിൽ കോടതിയിൽ മറ്റേ കേസ്, സിവിൽ കോടതി കേസിൽ തീരുമാനം വന്നല്ലോ. എങ്ങനെ? ടൈറ്റിൽ ഡീഡ്, പ്രമാണം കയ്യിലുള്ളവൻ പ്രമാണം കൊണ്ട് പോട്ടെ, നീ പോ, നിനക്ക് പകരം സ്ഥലം തരാം. ഇവിടെ രാമൻ ജനിച്ച സ്ഥലമാണ്, രാമജന്മസ്ഥാനാണ്, കെട്ടിക്കും അവിടെ അമ്പലം കെട്ടി. നീതിയാണോ? നീതി നിഷേധമെന്ന് പറയാം, പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നിട്ട് എന്തുണ്ടായി ഇന്ത്യയിൽ? ജനം അത് അംഗീകരിച്ചു. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സ്വതസിദ്ധമായ നിസ്സംഗത. രണ്ട്, ഇനിയെങ്കിലും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീരട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഇത്തരം കൃത്യങ്ങളുടെ പുനരാവിഷ്കരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുടെ വേരുകൾ കിടക്കുന്നു. ഇതില് ഇന്റലിജൻസ് ബ്യൂറോ ജോയിന്റ് ഡയറക്ടർ മലോയ് കൃഷ്ണധാർ, അദ്ദേഹത്തിന്റെ പുസ്തകം ഓപ്പൺ സീക്രറ്റ്സ് ഇന്ത്യസ് ഇന്റലിജൻസ് അൺവീൽഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, ഈ സംഭവം 92 ബാബറി മസ്ജിദ് തകർക്കുന്ന സംഭവം 10 മാസത്തിന് മുമ്പ് കൃത്യമായി അഡ്വാൻസ്ഡ് ആയിട്ട് തീരുമാനിക്കപ്പെട്ടതു എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. കാരാശ്ശേരി മാഷ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് RSSും ജനസംഘം ഉണ്ടായ കാലഘട്ടത്തിൽ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ആലോചനയുടെ വേര് അങ്ങേറ്റം വരെ പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി നമുക്ക് ചുരുക്കി വരികയാണ്, അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ചില പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ കൊലപാതകികള്, പിടിച്ചുപറിക്കാര്, ഗാങ് റാപ്പ് UP യിൽ സംഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെനിയാന്നുള്ള സംഭവമാണ്.
ഈ ആഴ്ച സംഭവമാണ്. ഇങ്ങനെയുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടില്ല, സംരക്ഷിക്കപ്പെടുമെങ്കിൽ nothing happens to them. ഒന്നും അവർക്കുണ്ടാകില്ല. അവർ മറ്റൊരു രീതിയിൽ മറ്റൊരു മുഖവുമായി വീണ്ടും ഒരു അക്രമത്തിന് തയ്യാറാകുന്നതിന് കാരണം ശിക്ഷ അവരുടെ അടുത്തുകൂടി പോകാതിരിക്കാൻ സംരക്ഷണം കിട്ടുന്നു എന്നത് എല്ലാ കുറ്റകൃത്യങ്ങളിലും. ഗ്യാങ് റേപ്പ് കേസുകളായാലും വളരെ ഒച്ചപ്പാടുണ്ടാകുന്ന സംഭവങ്ങളിൽ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത്, രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്മേൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇങ്ങനത്തെ ഗ്യാങ്ങുകൾ, കൊള്ള, കൊലപാതകം, പിടിച്ചുപറിയ, അക്രമം, ബലാത്സംഗം, പിന്നെ മതവിദ്വേഷം, വർഗീയ കലാപം അഭംഗുരം നടന്നു. പിന്നെ ഇന്ത്യയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണൽ വയലൻസിൽ സൃഷ്ടിക്കപ്പെടുന്ന ആരൊക്കെയാണ്? സ്കോട്ട് ഫ്രീ ആയിട്ട് പോകുന്നവരൊക്കെ. അവിടെ മതം ശക്തമായി ഇടപെടും. ഞങ്ങൾ അങ്ങോട്ട് സഹായിച്ചു, തിരിച്ചിങ്ങോട്ട് സഹായം വേണം, സംരക്ഷിക്കും. സംരക്ഷണം കൊടുത്തുകൊണ്ട് കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിധ്വംസക ശക്തികളെ സംരക്ഷിക്കുന്നത് കൊണ്ട് കുറ്റവാളികൾ, കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാകുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് അവർക്ക് ഗുണകരവും രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമായി മാറുന്നു എന്നുള്ളത് കാണാതിരിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. ഞാൻ ചുരുക്കുകയാണ്. ഇന്ത്യൻ ഡെമോക്രസിയുടെ സീരിയസ് വയലേഷൻ ഓഫ് 1992 എന്നാണ് പല വിദേശ മാധ്യമങ്ങളും അതിന്. ഇനി ഒരു സ്ലൈഡുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് എന്തെങ്കിലും തുറപ്പിച്ചിട്ട് കളിക്ക് വേണമല്ലോ, അത് കാലാകാലങ്ങളിൽ ഇറക്കി കിട്ടും. അപ്പം അയോധ്യ ഒരു ഏകദേശം പരുവത്തിലായി. കോടതി വരെ കോടതി ടൈറ്റിൽ ഡീഡിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് കെട്ടിക്കും, നിനക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു, കെട്ടാൻ തുടങ്ങി. കെട്ടിക്കും പ്രധാനമന്ത്രിയുടെ കത്ത്. ആ അധ്യായം നടക്കും. ഇനിയുമുണ്ട് മധുര, വാരാണസി, കൃഷ്ണജന്മസ്ഥാൻ. ഇത് ഒരു അത്യാപത്താർ എന്ന നിലയിലേക്ക് പോവുകയാണ്. പ്ലാനിന്റെ ചടുലത മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അതായത് രാമജന്മഭൂമിക്ക് വേണ്ടി സമ്പാദിച്ച എനോർമസ് ഫണ്ട്, വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇനി ഒരു പ്ലാനിനും പ്രവർത്തിക്കും കൃഷ്ണജന്മസ്ഥാനവും വേണ്ടി വിനിയോഗിക്കത്തക്ക രീതിയിൽ. ഇനി ഈ ഇഷ്ടിക പൂജ വീടാന്തരം കയറി ഇറങ്ങി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വർഗീയത വിത്തുവാങ്ങിയ അത് ഇപ്രാവശ്യം മറ്റൊരു രീതിയിൽ അവർ അരങ്ങേറ്റി. പണമുണ്ട്, ആളുണ്ട്, ആലോചനയുണ്ട്. എല്ലാ വീട്ടിലും പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ മധുര, വാരാണസി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒപ്പിട്ട് വാങ്ങിച്ച് ഒരു മാസ് പെറ്റിഷൻ ഇന്ത്യയുടെ ജനങ്ങളുടെ ആവശ്യമെന്ന നിലക്ക് അങ്ങ് ഏത് കക്ഷി ഭരിച്ചാൽ അവർക്ക് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് ഈ വർഗീയ വിദ്വേഷ പ്രചരണം അത് ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, മറ്റു രാജ്യങ്ങളിൽ ജനായത്ത സമ്പ്രദായം പൂത്തുലഞ്ഞു അതിൻ്റെ സൗരഭ്യം പറയുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ ദുഷ്ടശക്തികൾ തങ്ങളുടെ നാറ്റം പിടിച്ച ആ സ്വഭാവം പുറത്തെടുക്കാൻ സാധിക്കുന്നത് ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് അപമാനിതനായി നമുക്കിരിക്കാം. വീണ്ടും കാണുന്നത്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.